ഹലോ ഗായ്സ്, നമ്മളിന്ന് ലുലു മാളിലേക്കാണ് കേട്ടോ പോകുന്നത്. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ അഭയദേവിന് സ്കൂളിൽ പോകാൻ കുറച്ച് ബാഗും സാധനങ്ങളും ഒക്കെ വാങ്ങിക്കണമായിരുന്നു കേട്ടോ. അത് നമ്മുടെ അഭയദേവിൻ്റെ പിറന്നാളൂടെ ആയിരുന്നു കേട്ടോ ഗായ്സ്. അപ്പം നമ്മൾ ലുലുവിൽ ഒരുപാട് ബാഗ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് നമ്മൾ പോയതാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല നല്ല അടിപൊളിയായിരുന്നു അവിടെ കാണാനൊക്കെ. പക്ഷേ നല്ല റേറ്റുമായിരുന്നു കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല കളക്ഷൻ ബാഗ്സ് ഉണ്ടായിരുന്നു. എനിക്കും കൂടി ഒന്ന് സ്കൂളിൽ പോയാലോ എന്ന് വരെ തോന്നിപ്പോകുന്ന അത്രയ്ക്ക് ബാഗായിരുന്നു. നമ്മളൊന്നും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത്രയും കളക്ഷൻസ് ഓഫ് ബാഗൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇത് എത്ര കളക്ഷൻസാണ് ഗായ്സ്. എൻ്റെ പൊന്നു ഗായ്സ്, കണ്ടിട്ട് തന്നെ എനിക്ക് എന്താ പറയുക, അത് അഭയ അവിടെ എല്ലാം തപ്പിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഏത് ബാഗ് വേണം എന്ന് ഇങ്ങനെ തപ്പി ലാസ്റ്റ് തന്നെ ഇതാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. ഇതവന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ ബാഗ് എടുത്തു, ഇട്ട് നോക്കി, പുള്ളിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. പക്ഷെ അവൻ അതൊന്നുമല്ല, അവൻ ഈ സെക്ഷനിലോട്ടാണ് അവന് പോകേണ്ടത്. അവൻ ഈ പെൻസിൽ ബോക്സ് എന്ന് പറഞ്ഞ ഒരു ക്രേസാണ് ഗൈസ്. അവൻ എത്ര പെൻസിൽ ബോക്സ് കിട്ടിയാലും അവന് തികയത്തില്ല. പെൻസിൽ ബോക്സ്, റബ്ബർ, ഇതൊക്കെ മാത്രം അവന് മതി. അത് തപ്പി അതിനകത്തുനിന്ന് ഒരു ബോക്സ് അവൻ തിരഞ്ഞെടുത്തു. അത് കഴിഞ്ഞിട്ട് ബെസ്റ്റ് ബോക്സ് ഒക്കെയാണ് പുള്ളിക്ക് ഒരുപാട് ഇഷ്ടം. അമ്മ അതിൻ്റെ ഇടയ്ക്ക് ലഞ്ച് ബോക്സ് നോക്കുകയാണ്. ഇത് കണ്ടോ, എന്തുമാത്രം വാട്ടർ ബോട്ടിൽസ് ആണെന്നറിയാം. ഇതൊരു വാട്ടർ ബോട്ടിലാണ് ഗൈസ്, കണ്ടോ? ഇങ്ങനത്തെ വാട്ടർ ബോട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഗൈസ് ഈ JCB പോലത്തെ വാട്ടർ ബോട്ടിൽ കാണുന്നത്. അപ്പം നല്ല രസമുണ്ട് ഇത് കാണാൻ കേട്ടോ. ദൈവമേ, എനിക്ക് പോലും ഇത് കണ്ടിട്ട് ഒരെണ്ണം എടുത്തോണ്ട് പോയാലോ എന്നാ ഞാൻ തന്നെ ആലോചിച്ചിട്ട്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഈ വാട്ടർ ബോട്ടിൽ. നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ, നല്ല രസമില്ലേ? അതായത് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നല്ല രസമാണ് കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു അത് വേണ്ടാന്ന്. ഞാനും അഭയും കൂടെ കാല് പിടിച്ച് ഈ ഒരു വാട്ടർ ബോട്ടിലും പിന്നെ വേറൊരു വാട്ടർ ബോട്ടിലും കൂടെ എടുത്തു കേട്ടോ. ഈ JCB നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കണ്ടോ ഫുഡ് സെക്ഷനിലേക്കാണ് പോയത്. അതൊരു അംഗം തന്നെയായിരുന്നു ഗൈസ്. നമുക്കെപ്പോഴും സ്വാതന്ത്ര്യമായിട്ട് പോയി നമുക്കത് വേണം ഇത് വേണം എന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം, കൂടെ പോകുമ്പോൾ ഒരേ ഒരു സ്ഥലം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ പേരൻസിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ ഞങ്ങൾ കുറച്ച് KFC ഓർഡർ ചെയ്തു. എനിക്ക് അത്ര ഇഷ്ടമില്ല കേട്ടോ ഈ ഫ്രൈഡ് ചിക്കൻ, എനിക്കധികം താല്പര്യമില്ല ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ. അപ്പോൾ അത് കഴിച്ചു. പിന്നെ ഞങ്ങൾ ബിരിയാണി, ഫലൂഡ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. അതൊക്കെ ഞങ്ങൾ ഈ കളിക്കുന്ന സെക്ഷനിലോട്ടാണ് വന്നത്. അപ്പം ഇതിൻ്റെ കാർഡ് ഞങ്ങളുടെ നേരത്തെ ഇരിപ്പുണ്ടായിരുന്നു. അത് ചാർജ് ചെയ്ത് കുറച്ച് കളിച്ചു. പിന്നെ ദേവൂട്ടന് അവന് കുറച്ച് സ്വീറ്റ്സ് അവൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കാൻ കുറച്ച് സ്വീറ്റ്സ് തപ്പി അത് പോയി ഇങ്ങനെ അവൻ അവിടുന്ന് ഇവിടുന്ന് എല്ലാം പെറുക്കിയെടുത്തു. പാവമുണ്ട് ഒരു കണക്കിന് എൻ്റെ അമ്മ കേട്ടോ. അമ്മ ആയതുകൊണ്ടാണ് ഇവൻ്റെ ഈ ഇളതരമൊക്കെ നടക്കുന്നതെന്ന് ഞാനപ്പോൾ ആലോചിച്ചു. അത് കഴിഞ്ഞ് നോക്കൂ, നല്ല നല്ല ഫിഷ്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി. ഇത് പുറത്തെ കാഴ്ചകളാണിത്. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഒരു ഓട്ടോച്ചാൻ്റെ ഓട്ടോയിൽ കയറി അവൻ അങ്ങിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ്സിൽ വരുന്നൊരു കാഴ്ചയാണിത്. അപ്പോൾ അവന് സീറ്റ് ഫ്രണ്ട് സീറ്റിലാണ്, പെട്ടിപ്പുറമില്ലേ അവിടെയാണ് കിട്ടിയത്. അവൻ അവിടെ ഇരിക്കാൻ വയ്യാഞ്ഞിട്ട് അവനെ ഞങ്ങൾ ഇട്ടിട്ട് പോകുമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വന്ന് അമ്മയോട് എഴുന്നേക്കാൻ പറയുകയാണ്. എഴുന്നേറ്റ് ബാക്ക് സീറ്റിൽ പോയിരിക്കൂ എന്ന് പറഞ്ഞേ. എന്നിട്ട് എൻ്റെ കൂടെ വന്നിരുന്ന സന്തോഷമാണ് ഈ കാണുന്നത്. അതിന് മുമ്പ് അവൻ്റെ ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ബാക്കിലോട്ട് നോക്കി എന്നെ അവിടെ ഇരുത്തുവോ എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഇങ്ങനെ പുറകിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. അമ്മ അവിടെ പോയിരിക്കുക, ഞാൻ അവിടെ വന്നിരിക്കാം എന്ന് എൻ്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും. അങ്ങനെ ബസ് ഇറങ്ങി അമ്മയ്ക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനുണ്ടെന്ന് അതൊക്കെ വാങ്ങിച്ചു. ഞങ്ങളെ വീട്ടിൽ പോയി കേക്ക് മുറിച്ചു. അപ്പം അത്രയേ ഉള്ളൂ ഗായ്സ്. ടാറ്റാ ബൈ ബൈ.